കുണ്ടറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ നാട്ടിലെത്തിച്ചു. അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തി മുങ്ങിയ പ്രതി പടപ്പക്കര സ്വദേശി അഖിലാണ് പോലീസ് പിടിയിലായത്. ശ്രീനഗറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 4.5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയത്. മനോജിലേക്ക് എത്താം. കുണ്ടറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് ഇപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുന്നത്. അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തി മുങ്ങിയ പ്രതി പടപ്പക്കര സ്വദേശി അഖിലാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ശ്രീനഗറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 4.5 മാസം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് പ്രതിയെ കണ്ടെത്തിയത്. തുടക്കം മുതൽ തന്നെ ഈ അപകടവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ ഉള്ള വ്യക്തിയായിരിക്കുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതനുസരിച്ചാണ് പിന്നീട് അന്വേഷണം നടത്തിയത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, കുണ്ടറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ നാട്ടിലെത്തിച്ചു, വിവരങ്ങൾ. ോടെയാണ് പ്രതിയെ ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ശ്രീനഗറിൽ നിന്നാണ് ഈ അഖിലിനെ പോലീസ് പിടികൂടുന്നത്. അതായത് ഈ കുണ്ടറ സ്റ്റേഷനിൽ നിന്നും അതോടൊപ്പം തന്നെ ഹരിപ്പാട് നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ തേടി ശ്രീനഗർ വരെ എത്തിയത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അതായത് സ്വന്തം അമ്മയെയും അതോടൊപ്പം തന്നെ മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ പ്രതിയാണ് അഖിൽ. ലഹരി മരുന്ന് മേടിക്കാനായി വീട്ടിൽ പണം ആവശ്യപ്പെടുന്നു. എന്നാൽ അമ്മ പണം നൽകുന്നില്ല. തുടർന്ന് അമ്മയെ കൊലപ്പെടുത്തുകയാണ് ഈ അഖിൽ. അതോടൊപ്പം തന്നെ മുത്തച്ഛനെയും പരിക്കേൽപ്പിക്കുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഈ അഖില് പരിക്കേൽപ്പിച്ച അഖിൽ അവിടെ നിന്ന് കടന്നു കളയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഈ മുത്തച്ഛൻ മരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു ഈ ക്രൂരമായ രീതിയിലാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം 4.5 മാസം ഈ പ്രതി ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. അതായത് കൊലപാതകം നടത്തിയ ശേഷം ഈ അമ്മയുടെ ഫോൺ എടുത്ത ശേഷം അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ഈ ഫോണ് വിൽക്കുന്നു. അതിനുശേഷമാണ് ഈ പരിചിതമായ പല സ്ഥലങ്ങളിലും അഖിലിൽ ഉണ്ടായിരുന്നു. ഈ ഭാരതത്തിലുടനീളം പല സ്ഥലങ്ങളിൽ അഖിൽ പോയി. ഡൽഹിയിൽ വെച്ച് അമ്മ ATM കാർഡ് ഉപയോഗിച്ച് പണം എടുത്തതായും പോലീസിന് വിവരം ലഭിച്ചു. അതിനുശേഷമാണ് ശ്രീനഗറിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നത്. അവിടെ നിന്നൊരു മലയാളിയാണ് അഖിലിനെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകുന്നത്. തുടർന്ന് പോലീസ് അവിടേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ശ്രീനഗറിലെ തന്നെ സ്റ്റേഷനിലെത്തിച്ച് മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. തുടർന്ന് മറ്റ് നടപടികൾ രാവിലെയോടുകൂടി തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. തുടർന്ന് മറ്റ് നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയ ശേഷം പ്രതിയെ തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം തെളിവെടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഈ പ്രതി സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ യാതൊരുവിധ മാനസികമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരുവിധ കൂസലുമില്ലാതെയാണെന്ന് സ്റ്റേഷനിലേക്ക് എത്തിയത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും കൊലപ്പെടുത്തിയ അമ്മയുടെ ATM കാർഡും ഫോണും ഉപയോഗിച്ചിരുന്നു. ഫോണ് വിറ്റതിന് ശേഷം ഒരു തരത്തിലുള്ള ബന്ധവും, അതായത് ഈ എല്ലാ വിധത്തിലും സിം കാർഡ് ഒടിച്ചു കളയുന്നു, ഫോണ് ഉപയോഗത്തിൽ ഇല്ലാതാകുന്നു. അതിനുശേഷം പ്രതിയെ കണ്ടുപിടിക്കുന്ന പോലീസിന് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി അതായിരുന്നു. കാരണം പ്രതി ഫോൺ ഉപയോഗിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പ്രതി പോയതായി വിവരം ലഭിക്കുന്നു. എന്നാൽ പിന്തുടർന്ന് എത്തുന്ന പോലീസിന് പിടികൂടാനാകുന്നില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നതും തുടർന്ന് കുണ്ടറയിൽ നിന്നും അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നത്. കുണ്ടറ CIയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിയെ ശ്രീനഗറിലെത്തി പിടികൂടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് DIG ഉൾപ്പെടെ, അതായത് SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് കുണ്ടറയിലേക്ക് എത്തും. തുടർന്ന് ഈ മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ക്രൂരമായ രീതിയിലാണ് അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയിട്ടുള്ളത്. ചുറ്റിക, അതുപോലെ തന്നെ ഉളി, അതുപോലെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങളാണ്, ക്രൂരമായ രീതിയിലാണ് ഈ കൊല നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും കൃത്യമായും ഇപ്പോൾ പ്രതിയെ കിട്ടിയിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്.